നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 421st day. Today 21st sloka of 6th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 421 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 21ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേച്ചു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 21ാമത്തെ ശ്ലോകം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അനേകധർമ്മവിഭ്രാന്ത സ്ത്രൈണാപാഖണ്ഡവാദിന ശുഗശാസ്ത്രകഥോച്ചാരേ ത്യാജ്യാസ്തേ ഇതി പണ്ഡിതാഃ. അനേകധർമ്മവിഭ്രാന്ത സ്ത്രൈണാപാഖണ്ഡവാദിന ശുഗശാസ്ത്രകഥോച്ചാരേ ത്യാജ്യാസ്തേ ഇതി പണ്ഡിതാഃ. ഓം തത്സത്. കഴിഞ്ഞ ശ്ലോകത്തിലെ എപ്രകാരമുള്ളവരായാണ് ശ്രീമദ് മഹാഭാഗവത കഥ പാരായണം ചെയ്യുവാൻ വേണ്ടി ആചാര്യനായിട്ട് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇപ്പോൾ വീണ്ടും പറയുകയാണ്. സ്ത്രീകളിൽ അത്യാസക്തിയുള്ള ആൾക്കാർ, അനേകമായിട്ടുള്ള ധർമ്മങ്ങൾ പാലിക്കുന്നവർ, അനേകധർമ്മങ്ങളിൽ വിഭ്രാന്തിയുള്ളവർ, പലതരം ധർമ്മങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, സ്ത്രീകളിൽ അത്യാസക്തിയുള്ളവർ, പാഖണ്ഡവാദിന യുക്തിവാദി, പാഖണ്ഡവാദങ്ങൾ ചെയ്യുന്നവർ, യുക്തിവാദം ദൈവമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള യുക്തിവാദം ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവരെയൊന്നും അവർ പണ്ഡിതന്മാരായിരുന്നാൽ പോലും പണ്ഡിതന്മാരായിരുന്നാൽ പോലും അവരെ ത്യാജ്യാസ്തെ, അവരെ ത്യജിക്കണം. അങ്ങനെയുള്ളവരെ ശ്രീമദ് മഹാഭാഗവത കഥ പാരായണം ചെയ്യുവാൻ വേണ്ടിയിട്ട് ശുഗശാസ്ത്രമായിട്ടാണ് ശ്രീമദ് മഹാഭാഗവതം പറയപ്പെടുന്നത്. എല്ലാ നല്ല ശാസ്ത്രം, ശുഗം എന്നാൽ ശുഭശാസ്ത്രം എന്നുള്ള അർത്ഥവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു നല്ല കാര്യത്തിനും ഇങ്ങനെയുള്ള ആൾക്കാരെ ആചാര്യന്മാരായിട്ട് അല്ലെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് സ്വീകരിക്കരുത്, അവരെ ത്യജിക്കണം എന്നാണ് പറയുന്നത്. എന്തൊരു നല്ല കഥ ചെയ്യുന്നതിനും അനേകധർമ്മത്തിൽ വിഭ്രാന്തിയുള്ളവരും സ്ത്രീകളിൽ അത്യാസക്തിയുള്ളവരും മറ്റ് പാഖണ്ഡവാദം, യുക്തി കാര്യത്തിന് വേണ്ടിയിട്ടുള്ള വാദ്യങ്ങൾ, താൻ ചിന്തിക്കുന്നത് സാധിക്കുവാൻ വേണ്ടി പലതരം വാദങ്ങൾ ചെയ്യുന്നവർ, യുക്തിവാദികളായിട്ടുള്ളവരെയും ഒക്കെ ഇങ്ങനെയുള്ള കഥകൾ ശ്രവിക്കുവാൻ വേണ്ടി പറയാൻ വേണ്ടി വക്താവായിട്ട് സ്വീകരിക്കരുത്, അങ്ങനെയുള്ളവരെ ത്യജിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്. ശുഗശാസ്ത്രം, ശ്രീമദ് മഹാഭാഗവതത്തെ ശ്രീ ശുഗ ബ്രഹ്മർഷിയാണ് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. തൻ്റെ അച്ഛനിൽ നിന്നും ഗ്രഹിച്ചിട്ട്, വ്യാസനിൽ നിന്നും ശ്രീ ശുഗ ബ്രഹ്മർഷി മനസ്സിലാക്കിയിട്ട് അത് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശുഗശാസ്ത്രം എന്ന് പറയും. അതുപോലെ തന്നെ ശുഗശാസ്ത്രം എന്നാൽ ശുഭശാസ്ത്രം എന്നും അർത്ഥമുണ്ട്. എല്ലാ നല്ല കഥകൾ എല്ലാ നല്ല കാര്യങ്ങൾ പറയുന്നതിനും ഇങ്ങനെയുള്ളവരെ ത്യജിക്കണം, ഇങ്ങനെയുള്ളവരെ ആചാര്യന്മാരായിട്ട് വരിക്കരുത് എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. അനേകധർമ്മവിഭ്രാന്താഃ സ്ത്രൈണാപാഖണ്ഡവാദിന ശുഗശാസ്ത്രകഥോച്ചാരേ ത്യാജ്യാസ്തേ യതി പണ്ഡിതാഃ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.